ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് തുടങ്ങി 24 മണിക്കൂർ കഴിയുമ്പോൾ വിറ്റുപോയത് 6,45,000-ലധികം ടിക്കറ്റുകൾ. പ്രീസെയിലിൽ 60 കോടിക്ക് മുകളിൽ വീക്കെൻഡ് കളക്ഷൻ. ഒരുപക്ഷേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്രയും വലിയൊരു പ്രീ റിലീസ് ഹൈപ്പ് കേരളം കാണുന്നത്. പലതവണ പലരായി പല കാലഘട്ടങ്ങളിലായി ആവർത്തിച്ച് പറഞ്ഞതാണ്, മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് ബെസ്റ്റ് എന്താണോ അതായിരിക്കും ഇൻഡസ്ട്രിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്നത്. അതിന് അടിവരയിടുന്ന കാര്യങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സാക്ഷിയാകുന്നത്. മോഹൻലാൽ ഇത് ആദ്യമായല്ല ബോക്സ് ഓഫീസിന് പണി കൊടുക്കുന്നത്, ഇത്തവണയും കൊടുത്തു നല്ല 8ന്റെ പണി. കുറച്ച് വർഷങ്ങളായി ലാർജ് സ്കെയിൽ ബിഗ് ടിക്കറ്റ് സിനിമകൾ വരാൻ നേരത്ത് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നതും പറയുന്നതും ബോക്സ് ഓഫീസ് നമ്പറുകളെ പറ്റിയാണ്. പ്രീ സെയിൽ റെക്കോർഡ്, ഫസ്റ്റ് ഡേ കളക്ഷൻ, ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ, ഇൻഡസ്ട്രി ഹിറ്റ്, ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമായ വാക്കുകളാണ്. നിത്യജീവിതത്തിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നതുമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പറഞ്ഞ വാക്കുകളുടെ എല്ലാം ഒപ്പം നമ്മൾ എമ്പുരാനെയും ചേർത്ത് വായിക്കുന്നു. ലിയോ കേരള ബോക്സ് ഓഫീസിലിട്ട 12 കോടി എന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് അത്ര എളുപ്പത്തിൽ തകരുന്നതല്ല എന്നും മലയാളം കണ്ട ഏറ്റവും വലിയ ഹൈപ്പ് സൃഷ്ടിക്കാതെ അത് സാധ്യമാകില്ല എന്നും നമ്മളെല്ലാം കരുതിയിരുന്നു. അവിടെയാണ് എമ്പുരാന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപനം. സ്വാഭാവികമായും ടോക്ക് ഓഫ് ദി ടൗൺ എമ്പുരാനാകുന്നു. റിലീസുമായി സംബന്ധിച്ചുള്ള പ്രശ്ന പരിഹാരങ്ങൾ അതിന് പുറകെ വരുന്നു. എങ്ങും എമ്പുരാൻ മയം. പുലർച്ചെ 12 മണിക്ക് ട്രെയിലർ വരുന്നതോടെ നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പ് ജനറേഷൻ എന്നത് വളരെ ഈസിയായി സംഭവിക്കുന്നു. 21 കാലത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരുന്നവർ ബുക്ക് മൈ ഷോ ഹാങ് ആകുന്നു. എക്സ്ട്രാ ഷോകൾ ആഡ് ആയിരിക്കുന്നു. ടിക്കറ്റ് കിട്ടിയവരെക്കാൾ ഏറെ കിട്ടാത്തവരാണ് നാട്ടിലുള്ളത്. മലയാളത്തിന്റെ മാഗ്നം ഓപ്പസ്, പ്രധാനപ്പെട്ട ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം, ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോഴും ഇതിനെല്ലാം പുറകിലെ കോർ റീസൺ ഉറപ്പായിട്ടും എൽ ഫാക്ടർ തന്നെയാണ്. വൺ ആൻഡ് ഓൺലി മോഹൻലാൽ. തിയേറ്റർ കൊട്ടകകൾ നിറയെ പ്രേക്ഷകരെ നിറച്ച് ആവേശ തിരമാലകൾ ഇതിനു മുൻപും മോഹൻലാൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 1986 രാജാവിന്റെ മകനിലൂടെ നേടിയെടുത്ത സൂപ്പർ സ്റ്റാർഡം എല്ലാ കാലത്തും കൃത്യമായ ഇടവേളകളിൽ മോഹൻലാൽ പോളിഷ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം അയാൾ വീണ്ടും തോക്കേന്തി ബോക്സ് ഓഫീസിനെ ലക്ഷ്യമിട്ടു. അന്ന് പിറന്നത് എല്ലാ കാലത്തും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ 20ാം നൂറ്റാണ്ടായിരുന്നു. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. 87 മലയാളത്തിൽ നിന്നും ആദ്യമായി 2 കോടി രൂപ കളക്ഷൻ നേടുന്ന ചിത്രമായി ന്യൂഡൽഹി മാറുന്നു. ഇൻഡസ്ട്രി ഹിറ്റ് ആകുന്നു. പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ ചിത്രം റിലീസാകുന്നതോടെ മലയാളത്തിന് പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിക്കുന്നു. 365 ദിവസം തിയേറ്ററുകളിൽ ഓടി തകർത്ത ചിത്രം. പിന്നീട് കിലുക്കം, മണിച്ചിത്രത്താഴ്, നരസിംഹം വരെ നീളുന്ന മോഹൻലാലിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് കഥകൾ. ഇതിനിടയിൽ ഹിസൈൻസ് അബ്ദുള്ളയും വിയറ്റ്നാം കോളനിയും തേന്മാവിൻ കുമ്പത്തും സ്ഫടികവും ദേവാസുരവും ചന്ദ്രലേഖയും ആറാം തമ്പുരാനും രാവണപ്രഭുവും ബാലേട്ടുമൊക്കെ മോഹൻലാൽ മാജിക് പലയാവർത്തി കേരള ബോക്സ് ഓഫീസ് കണ്ടു. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഇതിനിടയിൽ പലതവണ പരാജയം രുചിച്ചപ്പോഴും അയാൾ തിരിച്ചു വന്നു. ഓരോ തിരിച്ചുവരവിലും ബോക്സ് ഓഫീസ് നടുങ്ങി. മറ്റ് ഇൻഡസ്ട്രികൾ 50 കോടിയും 100 കോടിയും കളക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു 50 കോടിയൊക്കെ സാധ്യമാണോ എന്ന് സംശയിച്ചിരുന്ന സമയത്ത് ഒരു സൈക്കിളും ചവിട്ടിയാണ് ജോർജ് കുട്ടി വന്നത്. 2013 മലയാളത്തിലെ ആദ്യത്തെ 50 കോടി നേട്ടം ദൃശ്യത്തിലൂടെ സ്വന്തമാക്കി. വേൾഡ് വൈഡ് ഗ്രോസിൽ 60 കോടിക്ക് മുകളിലാണ് ദൃശ്യത്തിന്റെ കളക്ഷൻ. 2016 വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ വരുന്നു, മോഹൻലാലും കാടും പുലിയും ഒക്കെ. ആദ്യ ഷോ മുതൽ എങ്ങും ഗംഭീര പ്രതികരണം. തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാനില്ല. ഒരു തവണ കണ്ടവർ വീണ്ടും തിയേറ്ററുകളിലേക്ക്. പ്രായം പോലും നോക്കാതെ 70 വയസ്സിനും 80 വയസ്സിനും മുകളിലുള്ളവർ വരി നിന്ന് ടിക്കറ്റ് എടുത്ത് മുരുകനെ കാണാൻ കയറുന്നു. മലയാള സിനിമ 100 കോടി ക്ലബിന്റെ വാതിൽ ഇടിച്ചു പൊളിച്ച് കയറിച്ചിരുന്നു. ആ തോളൊന്ന് ചരിച്ച് മടക്കി കുത്തിയ മുണ്ടുമായി ഗോപി സുന്ദറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അയാൾ സ്ലോ മോഷനിൽ പുതിയ ചരിത്രവും കുറിച്ചു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല അടുത്ത റെക്കോർഡിനായി. 3 വർഷങ്ങൾക്കപ്പുറം 2019 മാർച്ച് 28 ലൂസിഫർ റിലീസാകുന്നു. ഒടിയന്റെ പരാജയത്തിൽ നിരാശരായ ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയ എൽ ഫാക്ടർ നമ്മൾ അതിലും കണ്ടു. 175 കോടിയായിരുന്നു ലൂസിഫറിന്റെ തിയേറ്ററിക്കൽ കളക്ഷൻ. 200 കോടിയോളം ടോട്ടൽ ബിസിനസ്. സിനിമയുടെ ടോട്ടൽ റണ്ണിൽ 40 മിനിറ്റ് മാത്രം സ്ക്രീനിൽ മോഹൻലാൽ. 2 മണിക്കൂർ 13 മിനിറ്റ് സ്ക്രീനിൽ ഇല്ലാതെ തന്നെ മോഹൻലാലിന്റെ പ്രസൻസ്. 6 വർഷങ്ങൾ കഴിഞ്ഞു. മോഹൻലാൽ നായകനായ 12 സിനിമകൾ ലൂസിഫറിന് ശേഷം റിലീസായി. ദൃശ്യം 2, ബ്രോ ഡാഡിയും 12th മാനും മാറ്റി നിർത്തിയാൽ ജീത്തു ജോസഫിന്റെ നേരും ജയിലറിലെ ക്യാമിയോയുമല്ലാതെ
കാര്യമായ ചലനങ്ങളൊന്നും ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രങ്ങൾ നടത്തിയിട്ടില്ല. മരക്കാറിന്റെയും വാലിബിന്റെയും ബറോസിന്റെയും വലിയ പരാജയങ്ങളുമുണ്ട് ഇതിന്റെ കൂടെ. കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവത് നിജം എന്ന് പറഞ്ഞതുപോലെ ഒരു സക്സസ്ഫുൾ സിനിമയുടെ രണ്ടാം ഭാഗമായി മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ വരുമ്പോൾ, അതൊരു മോഹൻലാൽ ചിത്രമാകുമ്പോൾ, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സിനിമ റിലീസ് ആകുമ്പോൾ കഴിഞ്ഞതെല്ലാം നമ്മൾ മറക്കും. നമ്മൾ അയാളിലേക്കും അയാളുടെ സിനിമയിലേക്കും ചുരുങ്ങും. ഒരു കൊച്ചുകുട്ടിയുടെ ആകാംക്ഷയോടെ 21-ന് ബുക്ക് ചെയ്ത ഷോ കാണാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കും. അല്ല, കാത്തിരിക്കുന്നു. നാളെ ആദ്യ ഷോ കഴിയുമ്പോൾ എങ്ങും എവിടെയും എമ്പുരാൻ മാത്രമാകട്ടെ സംസാര വിഷയം. മോഹൻലാലിന്റെ പുതിയ റെക്കോർഡുകളിൽ അർമാദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മുണ്ടും മടക്കി കുത്തി സ്റ്റീഫൻ വരുന്ന സീനിൽ തിയേറ്റർ കുലുങ്ങട്ടെ, പൂരപ്പറമ്പാവട്ടെ. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം?